നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാനിന്ന് നിങ്ങളെ പ്രകൃതിയിലെ വളരെ അത്ഭുതകരമായ ഒരു ഒറ്റമൂലി മരുന്നിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് നെയ്ക്കുമ്പളങ്ങ. കുമ്പളങ്ങ പലവിധമുണ്ട്. നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതും കറിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കുമ്പളങ്ങയാണ് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. ഇത് വളരെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് മാനവ ജീവിതത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഫ പിത്ത ജന്യമായ രോഗങ്ങൾക്ക് വളരെ ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ് ഈ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയുന്നത്. ഇതിൻ്റെ നീര് ദിവസവും ഒരു 2 സ്പൂൺ വെച്ച് പിണ്ടിനീരുമായി മിക്സ് ചെയ്ത് കഴിച്ചാൽ അമിതവണ്ണം, അതുപോലെ തന്നെ പ്രമേഹം, പ്രഷർ, ഇതിനൊക്കെയും വളരെയധികം നമുക്ക് ശമനം കിട്ടും. അതുമാത്രമല്ല, ദുർമേധസ്, അതായത് അമിതവണ്ണം ഉള്ളവർക്ക് ഇതിൻ്റെ നീരും പിണ്ടിനീരും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ വളരെ അധികം വ്യത്യാസം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് പറയുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഒരൗഷധത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അമിതവണ്ണത്തിന് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെയും തിരിച്ച് കമൻ്റ് ഇട്ടു, നിങ്ങളുടെ വണ്ണം ഒന്ന് കുറച്ചിട്ട് വാചകം കത്തിക്കുമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി അല്ല ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഉപയോഗപ്രദമാണെങ്കിൽ സ്വീകരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ആയുർവേദ ഡോക്ടർമാരോടോ വൈദ്യന്മാരോടോ ഒക്കെ ഈ നെയ്ക്കുമ്പളങ്ങയെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. കൂശ്മാണ്ഡം എന്നാണ് ഇതിന് മറ്റൊരു പേരുള്ളത്. കൂശ്മാണ്ഡ രസായനം, കൂശ്മാണ്ഡ ലേഹ്യം, ഇതൊക്കെയും ആയുർവേദത്തിലെ സിദ്ധ ഔഷധങ്ങളിൽ പെടുന്ന ഒന്നാണ്. മരുന്നിനോടൊപ്പം തന്നെ ഇത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. പച്ചടി, കിച്ചടി, അതുപോലെ തന്നെ സാമ്പാറിനകത്തൊക്കെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് വില കൂടുതലായതുകൊണ്ട് കറിക്ക് അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല. നല്ല വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ആയുർവേദ വൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരും ഒക്കെ നെയ്ക്കുമ്പളങ്ങ തിരക്കി നടക്കാറുണ്ട്. നല്ല വിലയാണ്. അപ്പം ഈ സിദ്ധ ഔഷധത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഷുഗർ രോഗത്തിന് വളരെ അത്യുത്തമമാണ് ഇതിൻ്റെ നീര്. അത്തരം മരുന്നുകളെ, അത്തരം ഔഷധങ്ങളെ സംരക്ഷിക്കുക. അതുകൊണ്ട് ഈ ഔഷധത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. നെയ്ക്കുമ്പളങ്ങ എല്ലാ വീടുകളിലും ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കുക. പന്തലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള മരത്തേലോ ഒക്കെ ഇതിനെ കയറ്റി വിട്ട് നമുക്ക് ഇതൊരു മുതൽക്കൂട്ടായിട്ട് ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.